മോദിജി നായകനായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടി ശകലം നമ്പറൊക്കെ ഇറക്കാമെന്ന് അവർക്ക് സ്വാഭാവികമായിട്ടൊരു ആത്മവിശ്വാസം ഉണ്ടാകും. കാരണം മോദി തന്നെയാണ് ഇത്തരം എന്താ പറയുക ഫേക്ക് പരിപാടികളുടെ തലതൊട്ടപ്പൻ. 1986 ഞാൻ അദ്വാനിജിയുടെ ഒരു പരിപാടിയുടെ ഡിജിറ്റൽ ഫോട്ടോ എടുത്ത് അത് ഞാൻ ഡൽഹിക്ക് അയച്ച് പിറ്റേന്ന് പത്രത്തിൽ കളർ പ്രിൻ്റ് ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞ ആളാണ്. എന്നോർക്കണം, അന്ന് അത് എന്താണ് എക്സ്പോസ് ചെയ്യപ്പെട്ടതാണ്. ഡിജിറ്റൽ ക്യാമറ എന്നാണ് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയത് എന്ന്. മേഘങ്ങൾക്കിടയിലൂടെ പോകാൻ ഞാനാണ് പറഞ്ഞത് പാകിസ്ഥാനെ ആക്രമിക്കാൻ, അപ്പോൾ റഡാറുകളിൽ നിന്ന് രക്ഷ നേടാമല്ലോ എന്ന്. അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വൈഭവം ലോകത്താകമാനം. ഗണപതിയാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയുടെ ഉദാഹരണമെന്ന് അദ്ദേഹം ശാസ്ത്ര കോൺഗ്രസിൽ പ്രസംഗിച്ചാലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ നിന്ന് ഹോസിട്ട് ഗ്യാസ് എടുത്ത കാര്യം യെസ്, അങ്ങനെയുള്ള ഒരുപാട് പരിപാടി അദ്ദേഹം നേതൃത്വത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ സംഗതി പറയുന്നുണ്ട്. സോ അതുകൊണ്ട് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു സമ്മിറ്റിൽ ചെറിയ ഒരു നമ്പർ ഇറക്കാം എന്ന ഒരു യൂണിവേഴ്സിറ്റിക്ക് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതെന്തായാലും പൊളിഞ്ഞു. ഭയങ്കരമായ നാണക്കേടുണ്ടാക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ചൈനയിൽ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കണം കേട്ടോ. നമ്മളിവിടെ 3 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സാധനം എടുത്ത് അവന്മാർ ഭയങ്കര നേട്ടമായിട്ട് അവതരിപ്പിക്കുന്ന പണ്ട് ടിക്ടോക്ക് നിരോധിച്ചിട്ടുണ്ട്. യെസ്, അതുകൊണ്ട് അവർ നല്ല ഭയങ്കരമായിട്ട് കളിയാക്കാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര പുച്ഛമായിരിക്കും. കാരണം അവർ ലോകത്തെ ലീഡിങ് രാജ്യമാണ്. അപ്പോൾ അവരെന്നോ ഉണ്ടാക്കി ഒഴിവാക്കി വിട്ട ഒരു സാധനം എടുത്തിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണെന്ന് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി സെല്ല് ചെയ്യുന്നു. എവിടെയാണ് നോർക്കണം? ലോകത്താകമാനമുള്ള കമ്പനി സിഇഒമാരെയും അല്ലെങ്കിൽ റിസർച്ചേഴ്സിനെയൊക്കെ വിളിച്ചു വരുത്തി നമ്മൾ നടത്തുന്ന ഭയങ്കര ഒരു സമ്മിറ്റിനകത്താണ് ഈ അവകാശവാദം നോക്കണം. അതിൽ അജിംസ് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആരൊക്കെ കൊണ്ടുവന്ന് എന്താണ് പ്രദർശിപ്പിക്കുന്നത് എന്ന കാര്യം പരിശോധിക്കാൻ ഒരു മെക്കാനിസം ഇല്ലേ? ഒരു സ്റ്റാൾ ചോദിച്ചാൽ കൊടുക്കാൻ ഒരു അമ്പലപ്പറമ്പിലെ ഉത്സവമാണ് സ്റ്റാൾ കൊടുക്കാൻ. അപ്പോൾ ആ പരിശോധന ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷേ അതിൽ തന്നെയും രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ AI മുന്നേറ്റം ആകമാനം പ്രശ്നത്തിലാണെന്നും ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ തട്ടിപ്പാണ് ആകെയുള്ളതെന്ന് വിചാരിക്കാൻ പാടില്ല. ഇന്ത്യ AIയിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം. സാൻഫോർഡ് യൂണിവേഴ്സിറ്റി പറയുന്നത് AI വൈബ്രൻസിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തുന്ന 3 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. 3ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് തന്നെ ഇതിൻ്റെ റിസോഴ്സ് എടുക്കാൻ, ഇതിൻ്റെ സ്കിൽ ഏരിയ എടുക്കുകയാണെങ്കിൽ 15% വരെ ആൾക്കാർ ഇന്ത്യയിലുള്ള മനുഷ്യന്മാരാണ്. നമ്മൾ പല കാര്യങ്ങളിലും ഭയങ്കരമായി ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ഈ ഡീപ് സീക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഓപ്പൺ AI, ഗൂഗിൾ അത്തരം കാര്യങ്ങളിലും നമ്മളിപ്പോഴും നമുക്ക് എങ്ങും എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതിൽ ചൈനയുടെ അല്ലെങ്കിൽ അമേരിക്കൻ സിലിക്കൺ വാലിയുടെയൊക്കെ ഒരു ബൈസ്റ്റാൻഡറായി നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും മറ്റ് പല സംഗതികളിലും ഇന്ത്യ ബഹുദൂരം മുന്നിലായി കഴിഞ്ഞിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ അതുപോലെ വലിയ തോതിലുള്ള പരിപാടി നടക്കുന്നു. ഗവൺമെൻറ് തന്നെ ഒരു വലിയ AI പ്രോഗ്രാം 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് 10,000 കോടിയോളം രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ ആ പ്രോജക്റ്റ് മുന്നോട്ട് പോവുകയും ഇന്ത്യയിൽ ഒരുപാട് പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ സംഗതികൾ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ആകമാനം ഒരു AI വികസന മുന്നേറ്റത്തിൻ്റെ ഒരു സ്റ്റാറ്റസാണ് ഈ യൂണിവേഴ്സിറ്റി കാണിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യ അതിൻ്റെ ഒരു ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുകയും 7ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഒറ്റയടിക്ക് ഒരു ലീപ്പെടുത്തിലാണ് 3ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അത് റിയാലിറ്റി എന്ന് പറയുന്ന സംഗതി അതാണ്. അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു എയ്ഡ്, ഗവൺമെൻറ് സഹായം അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതവിടെ നിൽക്കേ. അതിനെയൊക്കെ നാണം കെടുത്തുന്ന തരത്തിലുള്ള ഇത്തരം ചീപ്പ് പരിപാടി വേണമായിരുന്നോ? അതിലൊരു പരിശോധന ഉണ്ടാവാത്ത എന്താണെന്ന് സർക്കാരിനും ആലോചിക്കാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു.